very good morning to one and all and warm welcome to our last online class. നമ്മുടെ ഇൻകം ടാക്സ് ആൻഡ് GST എന്ന് പറയുന്ന സബ്ജക്റ്റ് ഇന്നത്തെ സെഷനോട് കൂടിയിട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ലാസ്റ്റ് നമ്മുടെ ഓൺലൈൻ ക്ലാസ് ആയിരിക്കും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മിസലേനിയസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നെക്സ്റ്റ് സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ 123 ആണ്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ പെനാൽറ്റി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെക്ഷൻ 122 റിലേറ്റഡ് ടു ദ പെനാൽറ്റി ആണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെല്ലാ സ്റ്റുഡൻസിനും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്ഷൻ 123 ആണ്. ദാറ്റ് ഈസ് ദ പെനാൽറ്റി ഫോർ ഫെയിലിയർ ടു ഫർണിഷ് ഇൻഫോർമേഷൻ. ഇൻഫോർമേഷൻ ഫർണിഷ് ചെയ്യുന്നതിൽ ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ പെനാൽറ്റി എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇഫ് ദ പേഴ്സൺ ഹു ഈസ് റിക്വയർഡ് ടു ഫയൽ ആൻ ഇൻഫോർമേഷൻ റിട്ടേൺ as prescribed under section 150 has not filed the return within a stipulated period of 30 days from the date of issue of show cause notice, a penalty of 1000 rupees per day shall be levied for each day for which the failure continues but not exceeding 5000 rupees. ഇവിടെ വരുന്നത് ഒരു റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൽ ഒരു ഇൻഫോർമേഷൻ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൽ ഫെയിലിയർ വരുത്തുകയും അതൊരു റിക്വയർഡ് പേഴ്സൺ ആണ് സെക്ഷൻ 150 പ്രകാരം ഫെയിലായിട്ടുണ്ടെങ്കിൽ അത് സ്റ്റിപ്പുലേറ്റഡ് പീരീഡ് എന്ന് പറയുന്നത് 30 ദിവസത്തിനുള്ളിൽ ഷോ കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ട് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തിന് 100 രൂപ വെച്ചുകൊണ്ടാണ് ഇവിടെ പെനാൽറ്റി വരുന്നത്. മാക്സിമം എത്ര രൂപ വരെ വരാം? 5000 രൂപ വരുന്നത്. അപ്പോൾ സെക്ഷൻ 123 പ്രകാരം ഇൻഫോർമേഷൻ റിട്ടേൺ ഫയൽ ചെയ്യാത്ത ഒരു ഫെയിലായിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ സെക്ഷൻ 150 പ്രകാരം റിട്ടേൺ ഫയൽ ചെയ്യാതിരിക്കുന്നത് അത് സ്റ്റിപ്പുലേറ്റഡ് പീരീഡ് ആയിട്ടുള്ള 30 ദിവസത്തിനുള്ളിൽ, അത് ഡേറ്റ് ഓഫ് ഇഷ്യൂ എന്ന് പറയുന്നത് ഒരു ഷോ കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ട് 30 ദിവസത്തിനുള്ളിൽ ഇൻഫോർമേഷൻ റിട്ടേൺ ഫയൽ ചെയ്യാത്ത ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തേക്ക് 100 രൂപ വെച്ചുകൊണ്ടാണ് പെനാൽറ്റി ഫയൽ ചെയ്യുന്നത്. ആ പെനാൽറ്റി ഈടാക്കുന്നത് എത്ര രൂപ വരെ വരാം? മാക്സിമം 5000 രൂപ വരെ മാത്രമേ എന്ത് വരാനായിട്ട് സാധിക്കുള്ളൂ? പെനാൽറ്റി വരാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഡിസ്കഷൻ സെക്ഷൻ 124 ആണ്. ഫൈൻ ഫോർ ഫെയിലിയർ ടു ഫർണിഷ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഏതെങ്കിലും ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഫർണിഷ് ചെയ്യാനായിട്ട് ഫെയിലായിട്ടുണ്ടെങ്കിൽ വരുന്ന ഫൈനിനോട് റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷനാണ് സെക്ഷൻ 124 എന്ന് പറയുന്നത്. This section provides for penalty for failure to provide information return in 2 circumstances. 2 സർക്കംസ്റ്റാൻസസിലാണ് ഈ പെനാൽറ്റി വരുന്നത്. അതായത് സെക്ഷൻ 124 പ്രകാരം പെനാൽറ്റി വരുന്ന സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഫെയിൽസ് ടു ഫർണിഷ് ഇൻഫോർമേഷൻ ഓർ റിട്ടേൺ വിത്തൗട്ട് റീസണബിൾ കോസ്, ഫർണിഷ് ഫാൾസ് ഇൻഫോർമേഷൻ വിൽഫുള്ളി. അറിഞ്ഞുകൊണ്ട് തന്നെ തെറ്റായിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ഫർണിഷ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്പെഷ്യലായിട്ടൊരു റീസൺ, അത് റീസണബിളായിട്ടുള്ളൊരു കാരണമില്ലാതെ റിട്ടേൺ ഫയൽ ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ കൊടുക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കേസിലാണ് എന്ത് വരുന്നത്? സെക്ഷൻ 124 എന്ന് പറയുന്നത് അപ്ലിക്കബിൾ ആകുന്നത്. The penalty specified is up to 10,000 rupees and where the offence is continuing, a further fine up to 100 rupees per day subject a maximum of 25,000 rupees. ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പെനാൽറ്റി എന്ന് പറയുന്നത് 10,000 rupees ആണ് വരുന്നത്. അപ് ടു 10,000 rupees വരെ പാടുള്ളൂ. അതുപോലെ തന്നെ ഈ ഒഫൻസ് കണ്ടിന്യൂ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തിന് 100 രൂപ വെച്ചിട്ട് ലെവി ചെയ്യാനായിട്ട് സാധിക്കും. മാക്സിമം എത്ര രൂപ വരെയാണ് വരുന്നത്? 25,000 rupees വരെ പെനാൽറ്റി ലെവി ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ സെക്ഷൻ 124 പ്രകാരം റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൽ ഫെയിലിയർ ആകുകയാണെങ്കിൽ അതിൻ്റെ സ്പെഷ്യൽ റീസൺ പറയുന്നത് ആ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള റീസൺ പറയാതെ, അതിനൊരു റീസണബിൾ ആയിട്ടുള്ള ഒരു കോസ് ഇല്ലാതെ ഫർണിഷ് ചെയ്യുന്നതിൽ ഫെയിലിയർ വരികയോ അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷൻ കൊടുക്കുന്നതിൽ ഫെയിലിയർ ചെയ്യുകയോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻ കൊടുക്കുകയാണെങ്കിൽ പെനാൽറ്റി 10,000 രൂപയാണ് വരുന്നത്. അത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിലാണ് എന്ത് വരുന്നത്?
ഒരു ദിവസത്തേക്ക് 100 രൂപ വെച്ചിട്ട് മാക്സിമം എത്ര രൂപ വരെ വരാം? 25,000 രൂപ വരെയാണ് സെക്ഷൻ 124 പ്രകാരം വരുന്നത്. ലാസ്റ്റ് വരുന്നത് സെക്ഷൻ 125 ആണ്. ജനറൽ പെനാൽറ്റി അപ് ടു 25,000 rupees is imposable where any person contravenes any of the provisions of the act or rules made thereunder for which no penalty is separately prescribed under the act. GST ആക്ട് പ്രകാരം പ്രത്യേകമായിട്ട് വേറൊരു പെനാൽറ്റിയും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ 25,000 rupees വരെയാണ് പെനാൽറ്റി വരുന്നത്. എങ്ങനെയാണെങ്കിൽ ഒരു GST ആക്ടിൽ പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻസ് കംപ്ലൈ ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ GST റൂൾ എന്ന് പറയുന്നത് കംപ്ലൈ ചെയ്യാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, വേറെ പെനാൽറ്റി ഒന്നും വന്നിട്ടില്ലെങ്കിൽ എത്ര രൂപ വരെ പെനാൽറ്റി സെക്ഷൻ 125 പ്രകാരം വരാവുന്നതാണ്? ജനറലായിട്ട് പറയുകയാണെങ്കിൽ 25,000 രൂപ വരെയാണ് പെനാൽറ്റി ലെവി ചെയ്യാവുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഈ പെനാൽറ്റിയോട് റിലേറ്റഡ് ആയിട്ടുള്ള 122 സെക്ഷനാണ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ സെഷനിൽ സെക്ഷൻ 123, 124, 125 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ടേമാണ് നമ്മുടെ ഓഡിറ്റ് എന്ന് പറയുന്നത്. സെക്ഷൻ 65 ആണ് ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓഡിറ്റ് ബൈ ടാക്സ് അതോറിറ്റീസ്. Audit means examination of records, return and other documents maintained or furnished by registered person. എന്തിനെയാണ് ഓഡിറ്റ് എന്ന GST ആക്ട് പ്രകാരം പറയുന്നത്? ഓഡിറ്റ് മീൻസ് എക്സാമിനേഷൻ ഓഫ് റെക്കോർഡ്സ് എക്സാമിൻ ചെയ്യണം. അതുപോലെ തന്നെ റിട്ടേൺസ്, മറ്റുള്ള GST ആക്ട് പ്രകാരമുള്ള റിലേറ്റഡ് ഡോക്യുമെൻറ്റ്സ് എല്ലാം എക്സാമിൻ ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും അതുപോലെ തന്നെ GST അതോറിറ്റിക്ക് വേണ്ടി ഫർണിഷ് ചെയ്യുകയും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമാണ് ഓഡിറ്റ് എന്ന് പറയുന്നത് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നോട്ട് ചെയ്യുക. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഓഡിറ്റ്? ഓഡിറ്റ് മീൻസ് examination of records, returns and other documents maintained or furnished by registered person. ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ്, എന്തൊക്കെ ഇൻഫോർമേഷൻസ് ആണ്, എന്തൊക്കെ റെക്കോർഡ്സ് ആണ്, എന്തൊക്കെയാണ് റിട്ടേൺസ് ഫയൽ ചെയ്തിട്ടുള്ളത്, അത് എക്സാമിൻ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമാണ് ഓഡിറ്റ് എന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ എയിം ചെയ്യുന്നത്. Hence, audit cannot be conducted in case of unregistered person even if he is required to be registered. ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ ഓഡിറ്റ് ചെയ്യണമെന്നുള്ളത് നിർബന്ധമില്ല. ഓഡിറ്റ് കനോട്ട് ബി കണ്ടക്റ്റഡ് ഇൻ കേസ് ഓഫ് അൺരജിസ്റ്റേർഡ് പേഴ്സൺ. പക്ഷേ ഇഫ് ഹീ ഈസ് റിക്വയർഡ് ടു ബി രജിസ്റ്റേർഡ്, പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യണം? രജിസ്റ്റർ ആകണമെന്നുണ്ടെങ്കിൽ ഓഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇൻ ഓഡിറ്റ് എക്സാമിനേഷൻ ഈസ് ഡൺ ടു വെരിഫൈ ദ കറക്റ്റ്നെസ് ഓഫ് ടേൺ ഓവർ ഡിക്ലെയർഡ്, taxes paid, refund claimed and input tax credit availed, and also to assess the compliance with the provisions of the act or rules. എന്താണ് എക്സാമിൻ ചെയ്യേണ്ടത്? അതിൻ്റെ ട്രൂ ആൻഡ് കറക്റ്റ് വ്യൂ. അത് ഇൻവോയ്സുകൾ ഇഷ്യൂ ചെയ്തായിരിക്കാം, അല്ലെങ്കിൽ ബിൽ ഓഫ് സപ്ലൈ ആയിരിക്കാം, എനി ഡോക്യുമെൻറ്റ്സ് ആയിരിക്കാം. അതുപോലെ തന്നെ എത്രയാണോ ടേൺ ഓവർ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്, എത്ര ടാക്സ് പേ ചെയ്തിട്ടുണ്ട്, എത്ര റീഫണ്ടിന് ക്ലെയിം ചെയ്തിട്ടുണ്ട്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എത്രയാണ് അവെയിൽ ചെയ്തിട്ടുള്ളത്, എത്രയാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള GST ആക്ടും GST റൂള് പ്രകാരമുള്ളത് എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കംപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് എക്സാമിൻ ചെയ്യേണ്ടത്. Section 65 authorizes conduct of audit by the commissioner or any other officer authorized by him of the transactions of the registered persons only. സെക്ഷൻ 65 പ്രകാരം ആരെയാണ് ഓഡിറ്റ് ചെയ്യാനായിട്ട് ഓതറൈസ് ചെയ്യുന്നത്? ഒരു കമ്മീഷണറെയോ, അതായത് ഓതറൈസസ് കണ്ടക്ട് ഓഫ് ഓഡിറ്റ് ബൈ ദ കമ്മീഷണർ. ഓഡിറ്റ് ചെയ്യണമെന്നുള്ളത് ഓതറൈസ് ചെയ്യുന്നത് ഒരു കമ്മീഷണറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓതറൈസ്ഡ് ഓഫീസറോ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ സെക്ഷൻ 65 പ്രകാരം പറയുന്നത്, the commissioner may issue a general order or a specific order to authorize officers to conduct audit. ഓഡിറ്റ് ചെയ്യാനുള്ള ഒരു പേഴ്സണെ ഒരു കമ്മീഷണറോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഓഫീസറോ ഓതറൈസ്ഡ് പേഴ്സണോ ഒരു ജനറൽ ഓർഡറോ അല്ലെങ്കിൽ സ്പെസിഫിക് ഓർഡറോ ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് കണ്ടക്ട് ഓഫ് ഓഡിറ്റിന് ആർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്? ഒരു രജിസ്റ്റേർഡ് പേഴ്സണ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്. The period of audit shall be financial year or multiple thereof. ഇനി ഏത് പീരീഡിലെയാണ് ഓഡിറ്റ് ചെയ്യേണ്ടത്? അതൊരു ഫിനാൻഷ്യൽ ഇയറിലോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾസ് ഓഫ് ഫിനാൻഷ്യൽ ഇയറിലോ എന്ത് ചെയ്യാവുന്നതാണ്? ഓഡിറ്റ് ചെയ്യാവുന്നതാണ്. The audit will be conducted at the place of business of the registered person of office of the tax authorities. ഏത്
രജിസ്റ്റേർഡ് പേഴ്സൺ അദ്ദേഹത്തിൻ്റെ പ്ലേസ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ ഏത് പ്ലേസ് ആണോ കാണിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ ടാക്സ് അതോറിറ്റീസ് എവിടെയാണോ അവരുടെ ബുക്സ് ആൻഡ് റെക്കോർഡ്സ് എന്ന് പറയുന്നത് കീപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത് ആ പ്ലേസിലാണ് എന്ത് ചെയ്യേണ്ടത്, ടാക്സ് ഓഡിറ്റ് നടത്തേണ്ടത്. Intimation of audit is to be issued to the registered person at least 15 working days in advance in form GST ADT 01. ഇനി ഈ രജിസ്റ്റേർഡ് പേഴ്സണ് ഒരു ഓതറൈസ്ഡ് പേഴ്സൺ അല്ലെങ്കിൽ കമ്മീഷണർ ഇൻറ്റിമേഷൻ കൊടുക്കേണ്ടത് ഏത് ഫോം പ്രകാരമാണ്, GST ADT 01 പ്രകാരമാണ് ഇൻറ്റിമേഷൻ കൊടുക്കേണ്ടത്. അതെങ്ങനെ കൊടുക്കണം, അഡ്വാൻസ് ആയിട്ട് 15 വർക്കിംഗ് ഡേയ്സ് അഡ്വാൻസ് ആയിട്ട് കൊണ്ട് തന്നെ ഈ ഇൻറ്റിമേഷൻ ഓഫ് ഓഡിറ്റ് എന്ന് പറയുന്നത് ആർക്ക് ഇഷ്യൂ ചെയ്ത് കൊടുത്തിരിക്കണം, ഒരു രജിസ്റ്റേർഡ് പേഴ്സണ് ഇഷ്യൂ ചെയ്ത് കൊടുത്തിരിക്കണം. The audit is to be completed within 3 months from the date of commencement of audit, which may be extended by the commissioner where required by a further period not exceeding 6 months. Maximum period എത്ര നാളെ കിട്ടുള്ളൂ, 6 മാസേ കിട്ടുള്ളൂ. മിനിമം പീരീഡ് എത്രയാണ്, 3 months ആണ്. എന്നാണോ ഓഡിറ്റ് കമൻസ് ചെയ്തിട്ടുള്ളത് അതിന് 3 മാസത്തിനുള്ളിൽ ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇനി ഒരു സ്പെഷ്യൽ ഓർഡർ അല്ലെങ്കിൽ ഒരു സാങ്ഷൻ കമ്മീഷണറുടെ കയ്യിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ 6 മാസം വരെ അവർക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. The audit commences on the date on which records and other documents called for by tax authorities are made available by the registered person or actual institution of audit at the place of business whichever is later. Tax authorities എന്നാണോ റെക്കോർഡ്സ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഓഡിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്, അതുപോലെ തന്നെ ആക്ച്വൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് എന്നാണോ ആ ബിസിനസ്സിൽ ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിലേതാണോ അവസാനം വരുന്നത് ആ ഡേറ്റ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഓഡിറ്റ് കമൻസ്മെൻറ്റ് ഡേറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. During the course of audit, the authorized officer may require the registered person to provide him necessary facility to verify the books of accounts and also to furnish the required information and render assistance for timely completion of the audit. ഇനി കോഴ്സ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഓതറൈസ്ഡ് ഓഫീസർ എന്ത് കൊടുത്തിരിക്കണം, ആ രജിസ്റ്റേർഡ് പേഴ്സണ് മേ റിക്വയർ ദ രജിസ്റ്റേർഡ് പേഴ്സൺ പ്രൊവൈഡ് ഹിം നെസസറി ഫെസിലിറ്റി, ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിരിക്കണം. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വെരിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫോർമേഷൻസ് ഫർണിഷ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമായിട്ടുള്ള അസിസ്റ്റൻസ് റെൻഡർ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. Proper officer may inform discrepancies noticed during the audit to registered person. ഇനി പ്രോപ്പർ ഓഫീസർ ഈ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്പൻസി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് ആദ്യം ആരെ ഇൻറ്റിമേറ്റ് ചെയ്യണം, ഒരു രജിസ്റ്റേർഡ് പേഴ്സണെ ഇൻറ്റിമേറ്റ് ചെയ്യേണ്ടതാണ്. രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൾ റിപ്ലൈ ടു ഡിസ്ക്രിപ്പൻസീസ്. ഈ ഡിസ്ക്രിപ്പൻസീസ് കണ്ടെത്തിയിട്ടുള്ളതിൻ്റെ ആക്ച്വൽ എക്സ്പ്ലനേഷൻ ആദ്യം ആര് കൊടുത്തിരിക്കണം, രജിസ്റ്റേർഡ് പേഴ്സൺസ് കൊടുത്തിരിക്കണം. Proper officer shall finalize the findings only after due consideration of reply. ഈ രജിസ്റ്റേർഡ് പേഴ്സൺ ഈ കണ്ടെത്തിയിട്ടുള്ള ഡിസ്ക്രിപ്പൻസീസിന് എന്താണ് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു കൺസിഡറേഷനിലായിരിക്കും പ്രോപ്പർ ഓഫീസർ എന്ത് ചെയ്യുന്നത്, ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. On completion of the audit, information is required to be provided to the registered person, including the findings during the audit in GST ADT 02 within 30 days. Proper officer 30 ദിവസത്തിനുള്ളിലായിട്ട് എന്ത് ചെയ്തിരിക്കണം, GST ADT 02 പ്രകാരം ഒരു ഓഡിറ്റ് റിപ്പോർട്ട് രജിസ്റ്റേർഡ് പേഴ്സണ് എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഓഡിറ്റ് പീരീഡിൽ കണ്ടെത്തിയിട്ടുള്ളത് ആ ഇൻഫോർമേഷൻസ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് സെക്ഷൻ 65 പ്രകാരം ഓഡിറ്റിനെ കുറിച്ച് പറയാനുള്ളത്. GST ആക്ട് പ്രകാരം അല്ലെങ്കിൽ GST റൂൾ പ്രകാരം ആ രജിസ്റ്റേർഡ് പേഴ്സൺ എന്തൊക്കെ റെക്കോർഡ്സ് ഡോക്യുമെൻറ്റ്സ് ആണ് അവർ കീപ്പ് ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്, റീറ്റെയിൻ ചെയ്യുന്നത്, അത്രയും ഡോക്യുമെൻറ്റ്സിൻ്റെ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണ് ഓഡിറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എത്രത്തോളം ടേൺ ഓവർ ഉണ്ടായിട്ടുണ്ട്, ആ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് അതും വെരിഫൈ ചെയ്യണം. അതുപോലെ തന്നെ എത്ര ടാക്സ് കൊടുത്തിട്ടുണ്ട്, റീഫണ്ട് എത്ര ക്ലെയിം ചെയ്തിട്ടുണ്ട്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എത്ര അവെയിൽ ചെയ്തിട്ടുണ്ട്, എത്ര യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്, ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് കറക്റ്റായിട്ട് കംപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു ഓഡിറ്റിംഗ് എന്ന് പറയുന്നതിൽ ഒരു ഓഡിറ്റർ ചെയ്യേണ്ടത്.
സെക്ഷൻ 65 പ്രകാരം ഒരു കമ്മീഷണർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓതറൈസ്ഡ് പേഴ്സണ് ഒരു രജിസ്റ്റേർഡ് പേഴ്സണിന് വേണ്ടിയിട്ട് ഒരു ഓഡിറ്ററെ അപ്പോയിൻ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആ ഓഡിറ്റർ ആയിരിക്കും GST AD 2 പ്രകാരം ഒരു രജിസ്റ്റേർഡ് ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു GST ADT 01 പ്രകാരമാണ് ഒരു ഇൻറ്റിമേഷൻ രജിസ്റ്റേർഡ് പേഴ്സണ് ഒരു ഓഡിറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻറ്റിമേഷൻ കൊടുക്കുന്നത്. അതിന് 15 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഒരു അഡ്വാൻസ് പീരീഡ് വെച്ചുകൊണ്ട് വേണം എന്ത് ചെയ്യാനായിട്ട് രജിസ്റ്റേർഡ് പേഴ്സണ് ഒരു ഇൻറ്റിമേഷൻ ഒരു ഓതറൈസ്ഡ് പേഴ്സൺ കൊടുക്കേണ്ടത്. അതിന് 3 മാസത്തിനുള്ളിൽ എന്ത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം? ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഒരു കമ്മീഷണറുടെ സ്പെഷ്യൽ സാങ്ഷനോട് കൂടി ഈ 3 മാസം എന്ന് പറയുന്നത് എത്രയ്ക്ക് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്? 6 മാസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. ഓഡിറ്റ് കമൻസ് ചെയ്തതിന് ശേഷം പ്രോപ്പർ ഓഫീസർ ആരുടെ അസിസ്റ്റൻസിനോട് കൂടിയിട്ടാണ് ഓഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നത്? ഒരു രജിസ്റ്റേർഡ് പേഴ്സൻ്റെ അസിസ്റ്റൻസോട് കൂടിയിട്ടാണ് ആ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രോപ്പർ ഓഫീസർ എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസീസ് ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യം അത് രജിസ്റ്റേർഡ് പേഴ്സണെ ഇൻറ്റിമേറ്റ് ചെയ്യുകയും രജിസ്റ്റേർഡ് പേഴ്സൻ്റെ എക്സ്പ്ലനേഷൻ്റെ ബേസ് ചെയ്തുകൊണ്ട് ആയിരിക്കണം GST ADT 02 പറയുന്ന ഓഡിറ്റ് റിപ്പോർട്ട് ഈ പ്രോപ്പർ ഓഫീസർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് സെക്ഷൻ 66 ആണ്. സ്പെഷ്യൽ ഓഡിറ്റിനെ കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷനാണ്, അല്ലെങ്കിൽ GST ആക്ട് പ്രകാരവും GST റൂൾ പ്രകാരമുള്ള പ്രൊവിഷ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. As per section 66, an officer not below the rank of an assistant commissioner may avail the service of a chartered accountant or cost accountant to conduct a detailed examination of specific areas of operation of a registered person. Section 66 പ്രകാരം പറയുന്നത് ഒരു അസിസ്റ്റന്റ് കമ്മീഷണറുടെ റാങ്കിൽ താഴെ ആവാത്ത ഒരു കമ്മീഷണർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെയോ അല്ലെങ്കിൽ ഒരു കോസ്റ്റ് അക്കൗണ്ടൻറ്റിനെയോ ഒരു ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ നടത്താനായിട്ട് ഒരു സ്പെഷ്യൽ ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഓപ്പറേഷൻസ് ഓഫ് ദ രജിസ്റ്റേർഡ് പേഴ്സൺ വെരിഫൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എക്സാമിൻ ചെയ്യാനായിട്ടാണ് ഒരു സ്പെഷ്യൽ ഓഡിറ്ററെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെയോ അല്ലെങ്കിൽ ഒരു കോസ്റ്റ് അക്കൗണ്ടൻറ്റിനെയോ ഒരു അസിസ്റ്റൻറ്റ് കമ്മീഷണറുടെ റാങ്കിൽ താഴെ വരാത്ത ഒരു കമ്മീഷണർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? അപ്പോയിൻ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. Availing the services of the experts is permitted by this section only when the officer, considering the nature and complexity of the business and in the interest of revenue, is of the opinion that value has not been correctly declared or credit availed is not within the normal limit. ഇനി ഏതൊക്കെ സിറ്റുവേഷനിലാണ് സെക്ഷൻ 66 പ്രകാരം ഒരു സ്പെഷ്യൽ ഓഡിറ്ററെ ഒരു അസിസ്റ്റൻറ്റ് കമ്മീഷണർക്ക് താഴെ വരാത്ത ഒരു കമ്മീഷണർക്ക് അപ്പോയിൻ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഒരു എക്സ്പേർട്ടിൻ്റെ ഒരു എക്സാമിനേഷൻ ആവശ്യമുള്ള സിറ്റുവേഷനിലാണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെയോ അല്ലെങ്കിൽ ഒരു കോസ്റ്റ് അക്കൗണ്ടൻറ്റിനെയോ ഒരു സ്പെഷ്യൽ ഓഡിറ്ററായിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്നത്. അവിടെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ആ ബിസിനസ്സിൻ്റെ നേച്ചർ, അതിലൊരു കോംപ്ലക്സിറ്റി ഓഫ് ബിസിനസ് നേച്ചർ ഉണ്ടാവുകയോ അല്ലെങ്കിൽ റവന്യൂ ഇൻട്രസ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ് ട്രാൻസാക്ഷനാണ് അവിടെ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് ഈസ് ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് വാല്യൂ ഹാസ് നോട്ട് ബീൻ കറക്റ്റ്ലി ഡിക്ലെയർഡ്. ടേൺ ഓവർ കറക്റ്റായിട്ട് ഡിക്ലെയർ ചെയ്യാത്തൊരു സിറ്റുവേഷനിലോ അല്ലെങ്കിൽ ക്രെഡിറ്റ് അവെയിൽ ചെയ്തിട്ടുള്ളത് ഒരു നോർമൽ ലിമിറ്റിൻ്റെ ഉള്ളിലുള്ളത് അല്ലാത്ത പക്ഷമാണ് സ്പെഷ്യൽ ഓഡിറ്റിന് ഒരു അസിസ്റ്റൻറ്റ് കമ്മീഷണറിൽ താഴെ വരാത്ത ഒരു ഡെസിഗ്നേഷൻ ഉള്ള ഒരു കമ്മീഷണർക്ക് ഒരു സ്പെഷ്യൽ ഓഡിറ്ററെ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെയോ അല്ലെങ്കിൽ ഒരു കോസ്റ്റ് അക്കൗണ്ടൻറ്റിനെയോ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ആൻ അസിസ്റ്റൻറ്റ് കമ്മീഷണർ who has the opinion on the above two aspects after commencement and before completion of any scrutiny, inquiry, investigation or any other proceedings under the Act may direct a registered person to get his books of accounts audited by an expert. ഇനി ഒരു അസിസ്റ്റൻറ്റ് കമ്മീഷണർ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം ഒരു ഓഡിറ്റ് കമൻസ് ചെയ്യണമെന്നുള്ളതോ അല്ലെങ്കിൽ ഇത്ര നാളേക്ക് മുമ്പായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യണം, അതിൻ്റെ സ്ക്രൂട്ടിനി ആയാലും എൻക്വയറി ആയാലും ഇൻക്വയറി ആയാലും ഇൻവെസ്റ്റിഗേഷൻ ആയാലും അല്ലെങ്കിൽ GST ആക്ട് പ്രകാരമുള്ള എനി പ്രൊസീഡിങ്സ് ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ഡയറക്റ്റായിട്ട് നടത്തണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടിൻ്റെ സഹായത്തോടു കൂടി നടത്തണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു ഇൻറ്റിമേഷൻ രജിസ്റ്റേർഡ്
രജിസ്റ്റേർഡ് പേഴ്സണ് ആർക്ക് കൊടുക്കാവുന്നതാണ്? അസിസ്റ്റൻറ്റ് കമ്മീഷണർക്ക് കൊടുക്കാവുന്നതാണ്. സച്ച് ഡയറക്ഷൻ ഈസ് ടു ബി ഇഷ്യൂഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദി റൂൾ 102 സബ്സെക്ഷൻ 1 ഇൻ ഫോം GST ADT 03. ഇനി രജിസ്റ്റേർഡ് പേഴ്സണ് ഒരു അസിസ്റ്റൻറ്റ് കമ്മീഷണർ എങ്ങനെയാണ് ഇൻറ്റിമേഷൻ കൊടുക്കേണ്ടത്? GST ADT 03 പ്രകാരം, അതും GST റൂൾ 102 സബ്സെക്ഷൻ 1-ൽ പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻ പ്രകാരമാണ് ഒരു രജിസ്റ്റേർഡ് പേഴ്സണ് ഒരു അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഇൻറ്റിമേഷൻ കൊടുക്കേണ്ടത്. The assistant commissioner needs to obtain prior permission of the commissioner to issue such a direction to the taxable person. അപ്പോൾ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആയിട്ടുള്ള ഒരു ടാക്സബിൾ പേഴ്സണ് ഈ ഒരു ഇൻറ്റിമേഷൻ ഒരു അസിസ്റ്റൻറ്റ് കമ്മീഷണർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് കമ്മീഷണറുടെ കയ്യിൽ നിന്ന് എന്ത് വാങ്ങിച്ചിരിക്കണം? ഒരു പെർമിഷൻ വാങ്ങിയിരിക്കണം. The chartered accountant or the cost accountant so appointed shall submit the audit report mentioning the specified particulars therein within a period of 90 days to the assistant commissioner in form GST ADT 04. ഇനി ഈ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റോ അല്ലെങ്കിൽ ഒരു കോസ്റ്റ് അക്കൗണ്ടൻറ്റ് ആരെയാണോ സ്പെഷ്യൽ ഓഡിറ്ററായിട്ട് അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ളത്, അദ്ദേഹം എന്നാണോ ഈ ഓർഡർ ലഭിച്ചിട്ടുള്ളത് അതിന് 90 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് ആർക്ക് കൊടുത്തിരിക്കണം? അസിസ്റ്റൻറ്റ് കമ്മീഷണർക്ക് ഫോം GST ADT 04 പ്രകാരം സബ്മിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്നത് ഓഡിറ്റ് റിപ്പോർട്ട് ആർക്കാണ് കൊടുക്കേണ്ടത്? അസിസ്റ്റൻറ്റ് കമ്മീഷണർ. ആരാണോ ഈ സ്പെഷ്യൽ ഓഡിറ്ററെ അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിനാണ് ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കേണ്ടത്. എന്നയ്ക്കുള്ളിൽ കൊടുക്കണം? വിത്തിൻ എ പീരീഡ് ഓഫ് 90 days, 90 ദിവസത്തിനുള്ളിലാണ് കൊടുക്കേണ്ടത്. ഏത് ഫോമിലാണ് കൊടുക്കേണ്ടത്? GST ADT 04 പ്രകാരമാണ് കൊടുക്കേണ്ടത്. ക്ലിയർ? The due date of the submission of audit report may be extended by another 90 days in an application made by the chartered accountant or cost accountant or the registered person seeking extension of the period. ഇനി ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഓഡിറ്റർക്ക് 90 ഡേയ്സിനുള്ളിൽ ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാത്ത പക്ഷം എന്ത് ചെയ്യാവുന്നതാണ്? ഒരു അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ആ അപ്ലിക്കേഷൻ സാങ്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് 90 ഡേയ്സും കൂടിയും എക്സ്റ്റെൻഡ് ചെയ്ത് ആർക്ക് ലഭിക്കും? ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനോ അല്ലെങ്കിൽ ഒരു കോസ്റ്റ് അക്കൗണ്ടൻറ്റിനോ അല്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് പേഴ്സണോ ഈ അപ്ലിക്കേഷൻ്റെ വെളിച്ചത്തിൽ 90 ഡേയ്സ് കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടാനായിട്ട് സാധിക്കും. The report in respect of the special audit is to be submitted directly to the assistant commissioner. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു GST ADT 04 പ്രകാരം സ്പെഷ്യൽ ഓഡിറ്റർ ഡയറക്റ്റായിട്ട് തന്നെ ഓഡിറ്റ് റിപ്പോർട്ട് ആർക്ക് കൊടുത്തിരിക്കണം? അസിസ്റ്റൻറ്റ് കമ്മീഷണർക്ക് കൊടുത്തിരിക്കണം. ആരാണോ ഈ സ്പെഷ്യൽ ഓഡിറ്ററെ അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ളത് ആ സ്പെഷ്യൽ ഓഡിറ്റർ ഡയറക്റ്റായിട്ട് ആർക്ക് കൊടുത്തിരിക്കണം? അദ്ദേഹത്തെ അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള അസിസ്റ്റൻറ്റ് കമ്മീഷണർക്ക് GST ADT 04 എന്ന് പറയുന്ന ഫോമിലാണ് ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. The registered person is to be provided an opportunity of being heard in respect of any material gathered special audit which is proposed to be used in any proceedings under the Act. ഇനി ഒരു രജിസ്റ്റേർഡ് പേഴ്സണ് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എന്തിനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്? അതായത് ഈ പറഞ്ഞ ഫിനാൻഷ്യൽ ഓഡിറ്റ് സ്പെഷ്യൽ ഓഡിറ്റിൽ പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ ഫാക്ടേഴ്സിൻ്റെ ഒരു ഹിയറിങ്ങിന് വിളിക്കുകയും ഈ രജിസ്റ്റേർഡ് പേഴ്സണ് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട്, അതായത് GST ആക്ടിൻ്റെ പ്രൊസീഡിങ്സ് പ്രകാരം രജിസ്റ്റേർഡ് പേഴ്സണ് എന്താണോ ഈ മെറ്റീരിയൽ ഫാക്ടറിനെ കുറിച്ചിട്ട് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുന്നത് അത് പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആർക്കുണ്ട്? രജിസ്റ്റേർഡ് പേഴ്സണുണ്ട്. ദ റെമ്യൂണറേഷൻ ടു ദ എക്സ്പേർട്ട് ഈസ് ടു ബി ഡിറ്റർമിൻഡ് ആൻഡ് പെയ്ഡ് ബൈ ദ കമ്മീഷണർ. ഇനി ഒരു സ്പെഷ്യൽ ഓഡിറ്ററെ സെക്ഷൻ 66 പ്രകാരം ഒരു കമ്മീഷണറൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ എക്സ്പേർട്ടർക്ക് റെമ്യൂണറേഷൻ ആരാണ് കൊടുക്കുന്നത്? നമ്മളുടെ കമ്മീഷണറാണ് റെമ്യൂണറേഷൻ ഡിസൈഡ് ചെയ്യുകയും അതുപോലെ തന്നെ കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് സെക്ഷൻ 66നെ കുറിച്ച് പറയുന്നത്. ഒരു അസിസ്റ്റൻറ്റ് കമ്മീഷണറുടെ താഴെ വരാത്ത ഒരു സ്പെഷ്യൽ ഓഫീസർക്കാണ് ഒരു കമ്മീഷണറുടെ പെർമിഷനോട് കൂടിയിട്ട് ഒരു സ്പെഷ്യൽ ഓഡിറ്ററെ അപ്പോയിൻ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഒരു എക്സ്പേർട്ടിനെ തന്നെയാണ് സ്പെഷ്യൽ ഓഡിറ്ററായിട്ട് അപ്പോയിൻ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ആ സ്പെഷ്യൽ ഓഡിറ്റർ എന്ന് പറയുന്നത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റോ അല്ലെങ്കിൽ ഒരു കോസ്റ്റ് അക്കൗണ്ടൻറ്റോ ആയിരിക്കണം. സെക്ഷൻ 102 സബ്സെക്ഷൻ 1 പ്രകാരം GST ADT 03 പ്രകാരമാണ് ഒരു സ്പെഷ്യൽ ഓഡിറ്ററെ അപ്പോയിൻ്റ് ചെയ്യേണ്ടത്.
GST ADT 04 പ്രകാരമാണ് ഈ അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടൻറ്റ് അദ്ദേഹത്തെ അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള അസിസ്റ്റൻറ്റ് കമ്മീഷണർക്ക് ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കേണ്ടത്. 90 ദിവസത്തിനുള്ളിൽ തന്നെ ഓഡിറ്റ് റിപ്പോർട്ട് ഡയറക്റ്റായിട്ട് അസിസ്റ്റൻറ്റ് കമ്മീഷണർക്ക് കൊടുത്തിരിക്കണം. ഇനി അതിൻ്റെ പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റോ അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടൻ്റെയോ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പേഴ്സൺ എന്ത് ചെയ്തിരിക്കാം, കമ്മീഷണർക്ക് ഒരു അപ്ലിക്കേഷൻ കൊടുത്തുകൊണ്ട് 90 ദിവസത്തിൽ കൂടുതലായിട്ട് അവർക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ടോട്ടൽ എത്ര ദിവസം കിട്ടും? 180 ദിവസം വരെ മാക്സിമം അവർക്ക് ലഭിക്കാവുന്നതാണ്. ഡയറക്റ്റായിട്ട് കൊടുത്തിട്ടുള്ള ഈ രജിസ്റ്റേർഡ് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് കമ്മീഷണർക്ക് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഒരു രജിസ്റ്റേർഡ് പേഴ്സണ് അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ലഭിക്കുന്നതാണ്. ഈ അപ്പോയിൻറ്റ്മെൻ്റ് എന്ന് പറയുന്നത് കമ്മീഷണർ നൽകുകയും അദ്ദേഹത്തിൻ്റെ റെമ്യൂണറേഷൻ, അതായത് എക്സ്പേർട്ടായിട്ടുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെയോ അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടൻറ്റിൻ്റെയോ റെമ്യൂണറേഷൻ ആരായിരിക്കും ഡിസൈഡ് ചെയ്യുന്നത്? അസിസ്റ്റൻറ്റ് കമ്മീഷണർ ആയിരിക്കും ഡിസൈഡ് ചെയ്യുന്നത്. അദ്ദേഹം തന്നെയായിരിക്കും ആ റെമ്യൂണറേഷൻ കൊടുക്കുന്നത്. അപ്പോൾ സെക്ഷൻ 66 എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ലാസ്റ്റ് ടേം മിസലേനിയസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ലാസ്റ്റ് ടേം ആയിട്ടുള്ള പവർ ഓഫ് CAG ടു കോൾ ഫോർ ഇൻഫർമേഷൻ. എന്താണ് ഈ CAG? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നാണ് CAGയുടെ ഫുൾ ഫോം. എല്ലാ സ്റ്റുഡൻസും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അതൊന്ന് അണ്ടർലൈൻ ചെയ്താലും മതി. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. അപ്പോൾ എന്തൊക്കെയാണ് ഈ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യക്ക് ഉള്ള പവേഴ്സ് എന്നുള്ളതാണ് ലാസ്റ്റ് ടേമിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദ പ്രോപ്പർ ഓഫീസർ ഷാൽ upon request made in this behalf make available to the Controller and Auditor General of India or an officer authorized by him information, records and returns furnished under the Act required for conduct of audit as required under the Controller and Auditor General's duties, powers and conditions of Service Act. പ്രോപ്പർ ഓഫീസർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഈ പവേഴ്സ് ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രോപ്പർ ഓഫീസർ എങ്ങനെയാണത് ഡിസൈഡ് ചെയ്യുന്നത്? ഷാൽ അപ്പോൺ ദ റിക്വസ്റ്റ് മെയ്ഡ് ഇൻ ദിസ് ബിഹാഫ്, ഒരു റിക്വസ്റ്റ് ലഭിച്ചതിൻ്റെ ബേസിസിലാണ് പ്രോപ്പർ ഓഫീസർ പവേഴ്സ് കൊടുക്കുന്നത്. മെയ്ക്ക് അവൈലബിൾ ടു ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഓർ എൻ ഓഫീസർ ഓതറൈസ്ഡ് ബി ഹിം. ഒരു പ്രോപ്പർ ഓഫീസർ ഓതറൈസ് ചെയ്യുന്ന പേഴ്സണോ അല്ലെങ്കിൽ ഒരു CAGക്കോ ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ റെക്കോർഡ്സ് അല്ലെങ്കിൽ റിട്ടേൺസ് ഏതൊക്കെയാണോ GST ആക്ട് പ്രകാരം ഫർണിഷ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന് ഒരു ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാനുള്ള ഒരു പവറാണ് ഇവിടെ ലഭിക്കുന്നത്. അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഡ്യൂട്ടീസ്, പവേഴ്സ്, കണ്ടീഷൻസ് ഓഫ് സർവീസ് എന്ന് പറയുന്നത് GST ആക്ട് പ്രകാരം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽക്ക് ലഭിക്കുന്നതാണ്. എന്താണോ പ്രോപ്പർ ഓഫീസർ ഒരു CAGക്ക് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ളത്, അതായത് GST ആക്ട് പ്രകാരം GST റൂൾ പ്രകാരം എന്തൊക്കെ ഇൻഫോർമേഷൻസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ റെക്കോർഡ്സ് ആണ്, റിട്ടേൺസ് ആണ് GST ആക്ട് പ്രകാരം ഫർണിഷ് ചെയ്തിട്ടുള്ളത്, അതിൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാനുള്ള ഒരു പവറാണ് CAGക്ക് ഒരു പ്രോപ്പർ ഓഫീസർ കൊടുക്കുന്നത്. ക്ലിയർ? അപ്പം നമ്മളുടെ ഇൻകം ടാക്സ് ആൻഡ് GST എന്ന് പറയുന്ന സബ്ജക്റ്റ് ഇന്നത്തെ ടോപ്പിക്കോട് കൂടിയിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ലാസ്റ്റ് നമ്മൾ മിസലേനിയസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. A തുടങ്ങി G വരെയുള്ള ടേംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സെക്ഷൻ 35 തുടങ്ങിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ സെക്ഷനും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടിയും എല്ലാ സ്റ്റുഡൻസും തിയറി വായിച്ചു നോക്കാം. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാനും മനസ്സിലാക്കാനും തയ്യാറാവണം. അപ്പം ഞാൻ ഇൻകം ടാക്സ് ആൻഡ് GST എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ഇതെൻ്റെ അവസാനത്തെ ക്ലാസ് ആയതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ അതിൻ്റെ പഠിക്കേണ്ട മെത്തേഡും ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുന്നത്. ഇൻകം ടാക്സ് ആൻഡ് GST എന്ന് പറയുന്ന ഈ സബ്ജക്റ്റിൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് എന്ന് പറയുന്നത് ഓരോ വർഷവും മാറ്റം വരുന്ന പ്രൊവിഷൻസും റൂൾസും ആണ്. അതുകൊണ്ട് എല്ലാ സ്റ്റുഡൻസും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പ്രാവശ്യത്തെ ബുക്ക് ഈ പ്രാവശ്യം എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ പാസ്സായിട്ടില്ലെങ്കിൽ അടുത്ത വർഷം അത് എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾ എഴുതുമ്പോൾ ഈ ബുക്ക് പഠിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. ഇതിൽ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കും. അമെൻമെൻറ്റ് ആക്ട് വന്നു കഴിഞ്ഞാൽ അതിൽ പറയുന്നതിനനുസരിച്ച് കൊണ്ട് GST ആക്ടും ഇൻകം ടാക്സ് ആക്ടും മാറിക്കൊണ്ടിരിക്കും.
നിർബന്ധമായിട്ട് ഞാൻ പറയുകയാണ്, ഈ വർഷം തന്നെ എല്ലാ സ്റ്റുഡൻസും 100% വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് നോക്കാം. ഏതെങ്കിലും സ്റ്റുഡൻസ് തോൽവി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സംഭവിക്കുന്ന അവർ ഡേഞ്ചർ സോണിലേക്ക് പോവുകയാണ്. പുതിയ ബുക്ക് തന്നെ വാങ്ങിക്കൊണ്ട് പുതിയ GST ആക്ട് പ്രകാരമുള്ളത് വേണം പഠിച്ച് പരീക്ഷ എഴുതാനായിട്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഇത്രയും ക്ലാസ്സുകൾ മുഴുവനായിട്ടും നിർബന്ധമായിട്ടും ശ്രദ്ധയോടുകൂടി കേൾക്കുകയും അതോടൊപ്പം തന്നെ ഇതിൽ കൂടുതൽ പ്രാധാന്യം പറയുമ്പോൾ ഇത് പ്രോബ്ലം പേപ്പർ ആണെങ്കിലും കൂടുതലായിട്ട് ഇതിൽ തിയറിയാണ് വരുന്നത്. 60-70% തിയറി പഠിക്കുകയും ബാക്കിയുള്ളത് മാത്രം പ്രോബ്ലത്തിന് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ തിയറി പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? തറവായിട്ട് അത് വായിച്ച് മനസ്സിലാക്കി പഠിക്കണം. അതോടൊപ്പം തന്നെ ഓരോ ആക്ടിൻ്റെയും സെക്ഷൻസ് റെഗുലറായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാനായിട്ട് നോക്കാം. അങ്ങനെ ഒരു പഠനം മാത്രമേ നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ എങ്ങനെ പഠിക്കണം എന്നുള്ളതും അത് പഠിച്ച് പാസ്സായിട്ടില്ലെങ്കിൽ വരുന്ന ദോഷം എന്താണെന്നുള്ളതും എല്ലാ സ്റ്റുഡൻസിനും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ മിക്ക ക്ലാസ്സുകളിലും കറക്റ്റായിട്ട് തന്നെ അത് പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കണം. അത് കറക്റ്റായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ തോൽവി സംഭവിക്കാനായിട്ട് ചാൻസ് ഉള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കും. എൻ്റെ ക്ലാസ് നിങ്ങളെ പരീക്ഷ എഴുതാനായിട്ട് സഹായിക്കുന്ന വിധത്തിലുള്ളതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതെങ്കിലും ടോപ്പിക്കിൽ സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കാനും മനസ്സിലാക്കാനും തയ്യാറാവണം. അതോടൊപ്പം തന്നെ ഞാൻ മാത്രം ഉത്സാഹിച്ചാൽ പോരാ, അതിൽ കൂടുതലായിട്ട് നിങ്ങളാണ് ഉത്സാഹിക്കേണ്ടത്, നിങ്ങളാണ് വിജയിക്കേണ്ടത്, നിങ്ങളാണ് പരീക്ഷ എഴുതേണ്ടത്. അതുകൊണ്ട് നന്നായി പഠിക്കാനും പരീക്ഷ എഴുതാനും പാസ്സാകാനും ഒരു അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വൻ വിജയം നേർന്നുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.